ഷിനിയുടെ ആയിട്ട് നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുമ്പേ വീട്ടിൽ വിളിച്ചിരുന്നു, വൈഫായിട്ട് സംസാരിച്ചിരുന്നു, സത്യൻ ആയിട്ട് സംസാരിച്ച് സത്യൻ്റെ ഫോൺ കൊടുത്തിട്ട് ഷീനയായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ചെല്ലാൻ പറ്റിയില്ല. ഇന്ന് പെട്ടെന്നാണല്ലോ വിവരം അറിഞ്ഞത്. വളരെ സങ്കടകരമാണ് ഷീനയുടെ വേർപാട്. എനിക്ക് ഷീനി കോളേജിൽ പഠിക്കുന്ന കാലത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാർ കൈതപ്പുറത്ത് എൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നാടകമായിട്ട് നടക്കുന്ന കാലത്തും എനിക്ക് പരിചയമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തായിരുന്ന സമയത്താണ് ഷീനി തിരുവനന്തപുരത്ത് വരുന്നതും പടങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതൊക്കെയുള്ള ആ സമയത്ത്. അപ്പോൾ ഞാൻ ചിത്രഭൂമിയിലുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നത്, മാതൃഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു ഷീനിയെ വിളിച്ച് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നിരുന്നു. പക്ഷേ ഷീനി പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ട ഒരു വളർച്ച എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വെറുതെ എന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാത്രമേ ഉള്ളൂ. ഏതിനെ പറ്റിയും ഷീനിക്ക് അതാണ് അഭിപ്രായം. തുറന്നു പറയാനൊരു മടിയില്ല. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും ഒരു ഇൻ്റർവ്യൂ ആക്കി. ചിത്രഭൂമിക്ക് ഇൻ്റർവ്യൂ തരേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് അത്രയൊന്നും ഞാൻ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നോടാണ് അന്ന്. ഷീനയുടെ ഫസ്റ്റ് പടം ഞാനാണ് വർക്ക് ചെയ്തത്. അതുപോലെ എത്രയോ പടങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടി. വളരെ വളരെ നല്ല ഓർമ്മകൾ. ഷീനി വീണ്ടും കാണാൻ പറ്റിയില്ലോ എന്ന് സങ്കടം ഇപ്പം എനിക്ക്. അസുഖം നല്ലോണം ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. പല രീതിയിലുള്ള അസുഖങ്ങൾ. ഷീനിയെ കാണാൻ പറ്റാതെ സങ്കടമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. വളരെ ദുഃഖകരമായ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.